യെസ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ABCD എന്ന് പറഞ്ഞിട്ട് ഒരു പാരലലോഗ്രാം ആണ് തന്നിട്ടുള്ളത്. ഈ ABCD എന്ന പാരലലോഗ്രാമിന്റെ ഫോർത്ത് വെർട്ടെക്സ് ആയ C ആണ് കാണേണ്ടത്. C കാണാൻ വേണ്ടിയിട്ടുള്ള വെരി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാം. ഈ സിയുടെ നേരെ അടുത്തുള്ള എക്സുകൾ ആരൊക്കെ നോക്കുക. അതാ ഈ സിയുടെ അടുത്തുള്ള എക്സ് ഏതാണ്? പറയടാ, 4 അല്ലേ? അടുത്ത എക്സ് ഏതാണ്? 5 അല്ലെ? 4ഉം 5ഉം ആഡ് ചെയ്യാം. What is 4 plus 5? 9. അതിന് നേരെ ഓപ്പോസിറ്റ് മൈനസ് ചെയ്യാം. എത്ര ആൻസർ കിട്ടുക? 4ഉം 5ഉം ആഡ് ചെയ്താൽ 9. 9ൽ നിന്ന് 1 മൈനസ് ചെയ്ത് എത്രയാണ്? 8. സിമ്പിൾ ആണ്. അടുത്ത് 6ഉം 3ഉം ആഡ് ചെയ്യാം. എത്രയാണ്? 9. 9ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 7. C എന്നതിന്റെ ആൻസർ 8, 7 കിട്ടിയവരെന്ന് കൈ നോക്കിക്കാം. അൽഹംദുലില്ലാ. അടുത്തത് B ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. AC-യുടെ സ്ലോപ്പ് കാണാനാണ്. AC എന്ന ഡയഗണലിന്റെ സ്ലോപ്പ് കാണാനാണ്. A എന്നുള്ളത് 1, 2 തന്നിട്ടുണ്ട്. C എന്നുള്ളത് 8, 7ഉം തന്നിട്ടുണ്ട്. സ്ലോപ്പ് കാണൽ വെരി ഈസി ആണ്. എങ്ങനെയാണ് സ്ലോപ്പ് കാണുക? 7 മൈനസ് 2 അല്ലെ? 7 മൈനസ് 2 എത്രയാണ്? 5 അല്ലെ? 8 മൈനസ് 1 എത്രയാണ്? 6. ഈ ആൻസർ കിട്ടിയതെന്നായി നോക്കിക്കാം. 5/6. 8 മൈനസ് 1 പറഞ്ഞാൽ എത്രയാണ്? 8 മൈനസ് 1 എത്രയാണ്? 7. 5/7. ക്ലിയർ അല്ലേ? ഇത് നേരത്തെ കുറെ ആൾക്കാർ നോക്കിയതല്ലോ. 5/7 ക്ലിയർ അല്ലേ? അടുത്തത് ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതാനാണ് പറഞ്ഞത്. ഈ AC-യുടെ ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതാനാണ് പറഞ്ഞത്. എന്താണ് ഇക്വേഷൻ ഓഫ് ലൈൻ കാണാനുള്ള ഇക്വേഷൻ? Aയും ഉണ്ട്, Cയും ഉണ്ട്. ഇതിന്റെ ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതാനാണ് പറഞ്ഞത്. എന്താണ് ഇക്വേഷൻ ഓഫ് ലൈൻ കാണാനുള്ള ഇക്വേഷൻ? M into x minus x1 is equal to y minus y1. ഇത് രാവിലെ മുതൽ പറയുന്നതാണ്. M നിലോടത്ത് എന്താണ് കൊടുക്കേണ്ടത്? M എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? 5/7. X അതുപോലെ എഴുതുന്നു. ഇതാണ് x1, ഇതാണ് എന്ത്? y1. x1 എന്ന സ്ഥലത്ത് എന്ത് എഴുതുന്നു? 1. y മൈനസ് y1 എന്ന സ്ഥലത്ത് എന്ത് എഴുതണം? 2. ഈ ഡിവൈഡഡ് ബൈ 7 ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇങ്ങോട്ട് പോകുമ്പോ എന്താവും? ഇൻറ്റു ആവും. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആയി. വേഗം ചെയ്തോളൂ. 5 into x എന്താണ്? 5x. 5 into x എന്ന് പറഞ്ഞാൽ 5x. 5 into 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 5. 7 into y എന്ന് പറഞ്ഞാൽ എന്താണ്? 7y. 7 into -2 എന്ന് പറഞ്ഞാൽ എന്താണ്? -14. റൈറ്റ് സൈഡിലുള്ള മുഴുവൻ ആളുകളെയും ഏത് സൈഡിലേക്ക് കൊണ്ടുവരണം? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. സോ 5x minus 5. 7y ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -7y ആവും. -14 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? +14 ആവും. ഇനി ഒരേപോലത്തെ ആളുകൾ അടുത്ത് എഴുതുകയാണ് വേണ്ടത്. 5x-ന്റെ ഫ്രണ്ട് ആരാണ്? -7y. ഇവരെ രണ്ടാളും അടുത്തെഴുതണം. എങ്ങനെയാണ് അടുത്തെഴുതുക? 5x minus 7y. ഇനി 2 നമ്പറുകൾ അതിലുണ്ട്. ആരൊക്കെയാണ് 2 നമ്പറുകൾ? -5 ഉണ്ട്, +14 ഉണ്ട്. -5 + 14 എന്ന് പറഞ്ഞാൽ എന്താണ്? +9. ഈ ആൻസർ കിട്ടിയതെന്ന് കൈ നോക്കിക്കാം. അടുത്തത് D ക്വസ്റ്റ്യൻ. ഇതിൽ 0, 0 ഒരു പോയിന്റ് ആണോ എന്നാണ് ചോദിച്ചത്. 0, 0 ഒരു പോയിന്റ് ആണോ എന്ന് ചോദിച്ചാൽ x എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 0. y എന്ന പ്ലേസിൽ എന്ത് കൊടുക്കണം? 0. ഈ ഇക്വേഷനില് x എന്ന പ്ലേസിൽ 0യും y എന്ന പ്ലേസിൽ 0യും കൊടുക്കണം. 5 into 0 0. 7 into 0 0. +9 is equal to 0. ഇത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? അതുകൊണ്ട് 0, 0 ഇതിലെന്തല്ല? 0, 0 ഇതിലെന്തല്ല? പോയിന്റ് അല്ല. പോയിന്റ് ആണോ പാസ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ
എക്സിന്റെ പൊസിഷനില് ആ വാല്യൂവും വൈയുടെ പൊസിഷനില് ആ വാല്യൂവും കൊടുത്ത് ആൻസർ കറക്റ്റ് കിട്ടുകയാണെങ്കിൽ അത് പോയിന്റ് ആണ്, അല്ലെങ്കിൽ പാസ് ചെയ്യും.